മുരളീധരൻ ഒരൊന്നൊന്നര മുതലാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ചിരിപ്പിച്ച് ചിന്തിപ്പിക്കാൻ മൂപ്പരെ കൊണ്ട് മാത്രമേ പറ്റൂ. പല നേതാക്കളും വാ പോയ കോടാലി പോലെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു മൈക്ക് കണ്ടാൽ എന്തെങ്കിലും വിളിച്ചു പറയുന്നതിനപ്പുറത്ത് കുറിക്ക് കൊള്ളുന്ന കാര്യങ്ങൾ കട്ടയ്ക്ക് പറയാൻ ഒട്ടും മടിയില്ലാത്ത കോൺഗ്രസിന്റെ നേതാക്കളിൽ മുന്നിൽ നിൽക്കുന്ന നേതാവാണ് കെ മുരളീധരൻ. ആ മുരളീധരൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. കൊള്ളേണ്ടവർക്ക് നല്ലോണം കൊണ്ട ഒരു പറച്ചിലാണത്. നമുക്കത് കാണാം. ഞാനൊരു കാര്യം പിണറായിയോട് പറയുന്നുള്ളൂ, നിങ്ങൾ എന്നിവിടെ ഭരണം തുടങ്ങിയോ നിങ്ങൾക്ക് ചാകരയാണ്, പക്ഷേ കേരളം ദുരിതങ്ങളുടെ ഒരു കലവറയായിട്ട് മാറി. പ്രകൃതി പോലും നിങ്ങളോട് ശോഭിക്കും. ഞാൻ ഇവിടെ ഓർക്കുന്നത്, മുൻപ് കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, അന്ന് മാണി സാറിനെ പറ്റിയിട്ട്. ഈ സോളാർ കേസ് ഉണ്ടായപ്പോ അന്ന് കോടിയേരി പറഞ്ഞു, തിരുവനന്തപുരം മൃഗശാലയിലെ കണ്ടാമൃഗം കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, കാരണം എന്നേക്കാൾ തൊലിക്കെട്ടി കെ എം മാണിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാത്തതെന്നാണ് കോടിയേരി പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇന്നൊരു കാര്യം പറയാം, ഇന്ത്യയിലുള്ള എല്ലാ കണ്ടാമൃഗങ്ങൾക്കും ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ നേട്ടം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു പിണറായി, ഞങ്ങളെക്കാളുള്ള മൊത്തം തൊലിക്കട്ടിയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് ഇന്ത്യയിലെ കണ്ടാമൃഗങ്ങൾ പോലും ഇപ്പൊ ഒന്നും കഴിക്കാത്ത അവസ്ഥയാണ്. പിന്നെ പണ്ട് കാലത്തൊരു ചൊല്ലുണ്ട്, എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. മര്യാദയ്ക്ക് ഓണം ആഘോഷിച്ചിട്ട് കാലത്രയും. ഇത് വന്ന അന്ന് പ്രളയം, ഒരു പ്രളയം, അതിന്റെ മേലെ വേറെ പ്രളയം, അത് കഴിഞ്ഞു കോവിഡ് കഴിഞ്ഞപ്പോ നിപ, അത് ഈ വവ്വാലാണത്ര രോഗം വരുത്തുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു, എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു, അന്നും വവ്വാലുണ്ടായിരുന്നില്ലേ നാട്ടില്? ഇവരാരെങ്കിലും അന്നൊരു കുഴപ്പമുണ്ടാക്കിയോ? ഇപ്പോഴെന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ, ഈ വവ്വാലി ചോദിച്ചു, എന്നേക്കാൾ വിഷമുള്ളവരാണ് കേരളം ഭരിക്കുന്നത്, പിന്നെ ഞാൻ എന്റെ വിഷം എന്തിനാ പുറത്തെടുക്കാതിരിക്കുന്നത്? അതും തുടങ്ങി, വവ്വാലും തുടങ്ങി. അപ്പോ ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ, ഉരുൾപൊട്ടൽ. ഇപ്പോ ഓണം ആഘോഷിക്കാൻ പറ്റുന്നില്ല, പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നില്ല, ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴാണ് അച്യുതാനന്ദൻ ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞ കാര്യം. ഞാനും ഷാഫിയൊക്കെ അന്ന് നിയമസഭയിലുണ്ട്, മോൻസ് ജോസഫും ഉണ്ട്. അന്ന് എന്താ അച്യുതാനന്ദൻ പറഞ്ഞറിയോ? കരാത്തതിയും ചേരാത്ത പുഴുവും, കരാത്തതിയും ചേരാത്ത പുഴുവും അടങ്ങുന്ന നരകത്തിലേക്ക്. ഇപ്പൊ ഞാൻ പറയുന്നു, ആ നരകത്തിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഴുമല്ലോ എന്നോർത്ത് നമുക്കൊക്കെ സഹതപിക്കാനേ കഴിയൂ. അതുകൊണ്ടാണ് നേരത്തെ ശ്രീകണ്ഠൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരിടത്തും ചിഹ്നം പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഫിറോസിന്റെ ജില്ല, മലപ്പുറം ജില്ല, മങ്കടയിൽ ഒരു കാലത്ത് അരിവാൾ ചിട്ടിയ നക്ഷത്രത്തിൽ CPM ജയിച്ച നിയോജകമണ്ഡലല്ലേ? പെരിന്തൽമണ്ണ അരിവാൾ ചിട്ടിയ നക്ഷത്രത്തിൽ CPM ജയിച്ച നിയോജകമണ്ഡലല്ലേ? നിലമ്പൂർ സഖാവ് കുഞ്ഞാലി അരിവാൾ ചിട്ടിയ നക്ഷത്രത്തിൽ വിജയിച്ച നിയോജകമണ്ഡലല്ലേ? ഇന്ന് ആ നിയോജകമണ്ഡലത്തിലൊക്കെ എന്താ അവസ്ഥ? ചിഹ്നം കണ്ടിട്ടുണ്ടോ? ഇപ്പതാ പാലക്കാടും അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഇവിടെയും ചിഹ്നമെടുക്കാൻ കഴിയാത്ത, കാരണം ചിഹ്നമെടുത്താൽ ചെലവാവില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. ഏതായാലും പാലക്കാട് തന്നെയാണ് ശിവൻ AK ബാലൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് പറഞ്ഞത്, എല്ലാവരും കൂടെ നമ്മുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ഒക്കെ ആകും എന്ന് പറയുന്നതിന്റെ ഫലം ഇപ്പതാ പാലക്കാട് അത് കഴിഞ്ഞ് 6 മാസം കൊണ്ട് തന്നെ ആ അവസ്ഥയിലേക്ക് പാർട്ടി എത്തി. പണ്ടത്തെ മുദ്രാവാക്യം എന്തായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ? അരിവാൾ ചിട്ടിക നക്ഷത്രം, അതാണ് നമ്മുടെ അടയാളം. ഇപ്പോഴോ കൊടാകുന്തം കോടാലി, അതാണ് നമ്മുടെ അടയാളം. ആ നിലയിലേക്ക് എത്തി. എന്നോട് പത്രക്കാരി ചോദിച്ചു, ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചിഹ്നത്തിനെ കുറിച്ചല്ലല്ലോ ചർച്ച, സ്ഥാനാർത്ഥിയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം, നമുക്ക് സർക്കാരിന്റെ ദോഷം ചർച്ച ചെയ്താൽ മതി. പക്ഷേ ഈ ചിഹ്ന ടെലസ്കോപ്പ് എന്ന ചിഹ്നം
പറയാൻ കഴിയുന്ന എത്ര CPM-കാരുണ്ട് എന്നാണ് ഇപ്പൊ ഇപ്പൊ ചിലരൊക്കെ അത് കാരണം പ്രചരണത്തിന് വന്ന ചിലരൊക്കെ ചേലക്കരയ്ക്ക് പോയി എന്നാണ് കിട്ടിയത്. കാരണം ഇനി ഇവിടെ വന്ന് വല്ല അബദ്ധങ്ങളും എഴുന്നള്ളിക്കണ്ട എന്ന് വിചാരിച്ച് ചിലര് എറണാകുളത്ത് നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി. ചിലര് പറഞ്ഞു എന്നാ പിന്നെ ചേലക്കര പോകുമ്പോൾ അവിടെ ചിഹ്നം ഉണ്ടല്ലോ, ഈ മൂന്നിടത്തും ചിഹ്നം ഒരിടത്തേ ഉള്ളൂ, അരിവാൾ ചിട്ടിയ നഷ്ടം ചേലക്കരയിലാണ്, എന്നാ പിന്നെ അവിടെയും കൂടെ പോയിട്ട് അങ്ങ് പോവാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 96 മുതൽ തുടർച്ചയായി CPM ജയിച്ച ചേലക്കരയിൽ ഇപ്പൊ വികസനം ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോ അവിടുത്തെ MLA-മാർ വട്ടപൂജ്യമാണെന്ന് സാധാരണ ജനങ്ങൾ പറയാൻ തുടങ്ങി. കാരണം എല്ലാം CPM-ന്റെ. രാധാകൃഷ്ണൻ എത്ര തവണ MLA ആയി, എത്ര തവണ മന്ത്രിയായി, സ്പീക്കറായില്ല. സ്പീക്കറായാലും സാധാരണ എല്ലാ മന്ത്രിമാരും കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യത്തിൽ കുറെ കൂടെ ഒരു ഉദാരമായിട്ടുള്ള ഒരു മനോഭാവം സ്വീകരിക്കല്ലോ. എന്നിട്ട് പോലും പലയിടത്തും റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നു. തലസ്ഥാനത്ത് തന്നെ എന്താ റോഡിന്റെ അവസ്ഥ? അല്ല, ഈ പണ്ട് കേട്ടിട്ടുണ്ട്, ആനേനെ പിടിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ കാട്ടാനേനെ ആന നടന്നു വന്ന വഴിയിലൊരു വലിയ കിടങ്ങ് കുടിക്കുക. ഇതതിന്റെ വേറെ ഈ കമ്പുകളൊക്കെ വെക്കും. ആനയ്ക്ക് കണ്ടാൽ തിരിച്ചറിയില്ല, ആന നേരെ കുഴിയിലേക്ക് പോകും. അങ്ങനെയാണ് ഇത്ര മുമ്പ് കാട്ടാനേനെ പിടിച്ച് നാട്ടാനയച്ചത്. പക്ഷെ ഇപ്പോ നാട്ടാനയ്ക്ക് നമ്മുടെ റോഡിൽ കൂടെ നടക്കാൻ വയ്യ. കാരണം നാട്ടാനേനെ വീഴ്ത്തുന്ന കുഴികളാണ് റോഡുകൾ. ഇവിടെ എന്ത് പറയുമ്പോഴും പറയും കേന്ദ്രം തരുന്നില്ല. ശരിയാ, കേന്ദ്രം തരുന്നില്ല, ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, തെലങ്കാനയ്ക്കും കേന്ദ്രം കൊടുക്കുന്നില്ലല്ലോ, തമിഴ്നാടിന് കേന്ദ്രം കൊടുക്കുന്നില്ലല്ലോ, മമതയ്ക്ക് കൊടുക്കുന്നില്ലല്ലോ കേന്ദ്രം. പക്ഷെ അവിടെയൊക്കെ എന്താ? അവിടെ ദൂർത്തില്ല. ദൂർത്ത് ഒഴിവാക്കി വികസനം നടത്തുന്നു. ഇപ്പൊ കർണാടകത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള ബസ് യാത്രയാണ്, അവിടെയും കാശ് തരുന്നില്ല കേന്ദ്രം. ഇവിടെ എന്താ? ഇവിടെ ദൂർത്ത്. നിങ്ങൾ കേരളീയൻ നടത്തി കഴിഞ്ഞ ഈ നവംബറല്ല, കഴിഞ്ഞ വർഷം നവംബർ എത്ര കോടി ചെലവിട്ടു? 27 കോടി ചെലവിട്ടിട്ട് എന്ത് നേട്ടമുണ്ടായി? എന്നിട്ട് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞു ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ഉദ്ഘാടനത്തിന് നല്ല ജനക്കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ജനക്കൂട്ടം കണ്ടിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു, കണ്ടോ ബഹിഷ്കരിച്ചവർക്കുള്ള മറുപടി. എന്താ സംഭവം അറിയോ? മോഹൻലാലും മമ്മൂട്ടിയും സ്റ്റേജിലുണ്ടായിരുന്നു. അല്ലാതെ ഈ തിരുമുഖം കാണാനല്ല നാട്ടുകാരവിടെ വന്നത്, മമ്മൂട്ടിയും മോഹൻലാലിനെയും കാണാനാ. എന്നിട്ട് നേട്ടം എന്തുണ്ടായി? എന്നിട്ട് അവർക്കും കൊടുത്ത വണ്ടി ചെക്ക് എന്നാണ് പിന്നീട് കിട്ടിയ വിവരം. അവരെയും പറ്റിക്കും, എല്ലാവരെയും പറ്റിക്കും. അപ്പോ നവകേരള സദസ് പൊളിഞ്ഞു. മുഖ്യമന്ത്രിയുടെ യാത്ര, നവകേരള സദസ്സുകൾ എന്തായി സ്ഥിതി? പൊളിഞ്ഞു പാളീസായി. ഞാൻ ഓർക്കാട് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി കണ്ടാളാ ഞാൻ. തുടക്കം തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തിന്റെ MLA. കാലത്ത് 9 മണിക്ക് ജനസമ്പർക്ക പരിപാടി തുടങ്ങി അവസാനിച്ചപ്പോഴാണ് പിറ്റേ ദിവസം വെളുപ്പിന് 3 മണിക്ക്. അദ്ദേഹത്തിന് എല്ലാവരും കണ്ടു. അവിടെ വന്ന ആവാല വൃദ്ധജനങ്ങൾ അദ്ദേഹത്തിനെ കണ്ടു, പരാതി പറഞ്ഞു. പല പരാതികൾക്കും സ്പോട്ടിൽ തീരുമാനം ഉണ്ടാക്കി. സാമ്പത്തിക സഹായം അദ്ദേഹം തന്നെ എഴുതി കൊടുത്തു. തൊട്ടടുത്ത കൗണ്ടറിൽ ചെന്ന് ആ തുക ആൾക്കാർ വാങ്ങി. അതായിരുന്നു ജനസമ്പർക്ക പരിപാടി. ഇത് വരും മനുഷ്യന്റെ മുഖത്ത് നോക്കാണ്ടൊരു പോക്കാണ്. അവിടെ ചെല്ലും, മൈക്കിന്റെ മുമ്പിൽ ഞങ്ങളൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായില്ല. ഭരണകക്ഷിയുടെ MLA-മാരും MP-മാരും സ്വാഗതം പറഞ്ഞ് ശരിയല്ലെങ്കിൽ അവരുടെ തന്തയ്ക്ക് വിളിച്ചു. മോൻസിന്റെ നാട്ടിലല്ലേ നമ്മുടെ കൂടത്ത് ചാടിപ്പോയ തോമസ് ചാഴിക്കാടിന് കണക്കനുസരിച്ച് കിട്ടി. കാരണം അയാൾ പറഞ്ഞ് റബ്ബർ കർഷകരാകെ പ്രയാസത്തില. അപ്പൊ റബ്ബർ കർഷകരുടെ കാര്യം പിന്നെ അവിടെയല്ലേ പറയണ്ടേ, അല്ലാണ്ട് എവിടെയാ പറയണ്ടേ? അതിന് അദ്ദേഹത്തിനിട്ട് കൊടുത്തു. ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പിണറായി വന്ന അന്ന് എന്റെ ശനിദശ തുടങ്ങിയതാണ്, ഇപ്പൊ എന്റെ MP സ്ഥാനവും കൊണ്ടുപോയി. അയാൾ കരയുന്നു. ഇത് തന്നെയെന്നല്ല, പിന്നെ എല്ലാവരും UDF-നെ ചീത്ത വിളിക്കുക. ഇതിനു വേണ്ടിയിട്ട് സദസ് നടത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതുകൊണ്ട് എല്ലാം കൊണ്ടും പരാജയപ്പെട്ടത് കൊണ്ടാണ് ഈ വികസനം ഒന്നും ചർച്ച ചെയ്യണ്ട എന്ന് തീരുമാനിച്ചത്. കാരണം ഇതൊക്കെ പുറത്തു വരില്ല. എന്താ പറയേണ്ടത്? അതിനാണ് പറയേണ്ടത് നീലപ്പെട്ടി, മഞ്ഞപ്പെട്ടി, ട്രോളി, ഇനിയിപ്പോ ട്രെയിന് ബസ്സും കൂടെ പറയാൻ ബാക്കിയുണ്ട്.